ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന കോതമംഗലം ചെറിയ പള്ളി വളരെ പ്രശസ്തമായതും പുരാതനമായതും യാക്കോബിറ്റ് സഭയുടെ ചരിത്രാതീനം കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളിയുടെ ഒരു പിൽഗ്രിമേജ് സ്പോട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ആനച്ചാൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തു, അതിനകത്ത് നല്ല റെസ്പോൺസ് കിട്ടി. ഇനി എറണാകുളം ജില്ല കോതമംഗലത്തെ ഏറ്റവും പ്രശസ്തമായ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്ത്യൻ പള്ളികളിലൊന്ന് കോതമംഗലം ചെറിയ പള്ളി, അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റ് കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെ നമ്മളിപ്പം വന്ന ഏകദേശം ഒരു 10 മണി. ഇവിടെ ഇപ്പം അധികം ആൾക്കാരില്ല. ഇപ്പോൾ എല്ലാവിധ ജാതി മതത്തിലുള്ള ആൾക്കാരും വന്ന് പ്രാർത്ഥിക്കുന്ന കോതമംഗലം ചെറിയ പള്ളി ബാവയുടെ പള്ളിയിലോട്ട് പോകാം. കോതമംഗലം ചെറിയ പള്ളിയിൽ ബാവയുടെ ഖബർ സ്ഥാൻ അവിടെ പോകാം. പിന്നെ അവിടെ പഴയ കാലത്ത് അതിപുരാതനമായ കുരിശ്, വലിയൊരു പള്ളി, മറ്റ് കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. ഇവിടെ താഴെ മെഴുകുതിരിയൊക്കെ വിൽക്കുന്ന കടകൾ, പള്ളിയുടെ അവിടെ ഈ പള്ളിയുടെ ചരിത്രവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളും കൊന്ത, കുരിശ് ഇതെല്ലാം കിട്ടുന്ന കടകളും ഇതിൻ്റെ അടുത്തുണ്ട്. ഇത് കോതമംഗലത്ത് പള്ളിത്താഴം സ്റ്റോപ്പ്, അതായത് എറണാകുളത്ത് വരുന്നവർ കോതമംഗലം മെയിൻ ടൗൺ കഴിഞ്ഞ് ടൗണിൻ്റെ ഏകദേശം ഒരു എൻഡിങ് ആണ്. KSRTC ബസ് സ്റ്റേഷൻ്റെ അടുത്ത്. ഇതാണ് കോതമംഗലം ചെറിയ പള്ളിയുടെ പുറം ഭാഗം. ഇതാണ് പള്ളി സ്ഥാപിച്ചപ്പോഴത്തുള്ള കുരിശ്. ഇതൊരു പഴയൊരു കൽക്കുരിശാണ്. ഇവിടെ എല്ലാവിധ ജാതി മതത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കോതമംഗലംകാരായ എല്ലാ ആൾക്കാരും കഴിയുന്നതും ടൗണിലുള്ള എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാതെ തൊഴാതെ പോകുന്ന ആൾക്കാരാരുമില്ല. മെഴുകുതിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ്. ഇതാണ് കോതമംഗലം പള്ളിയുടെ കുരിശ്. ഇത് അതിപുരാതനമായൊരു കുരിശാണ്. ഈ അത്യാവശ്യം ഒരു 2 നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കമുള്ള ഈ കുരിശ്. ഇതൊരു വളരെ പവിത്രമായിട്ട് കാണുന്നു. ഇതാണ് ആ കുരിശിനെക്കുറിച്ചുള്ളൊരു ചരിത്രം എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് കോതമംഗലം പള്ളിയുടെ പുറത്തെ കാഴ്ചകൾ. ചെറിയ പള്ളി. ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, കോഫി ഷോപ്സ്, അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഇതൊരു വലിയ ഹാള്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പിന്നെ അവിടെ ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പം അത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നു. ഇപ്പം പള്ളിയുടെ കെട്ടിടങ്ങളും മറ്റും പുതുതാക്കി പണിതു. അവിടെ വഴിപാട് കൗണ്ടർ, അവിടെ മെഴുകുതിരി, മറ്റ് ബൈബിള്, ഇവിടുത്തെ എണ്ണ, ഇത്തരം കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് പേര് രോഗശാന്തിക്കും ഉദ്ദിഷ്ട സാധ്യത്തിനും ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു കംപ്ലീറ്റ് റിക്കവറി നടത്താൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വലിയ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ബാവയുടെ മുന്നിൽ തൊഴാത്ത കോതമംഗലംകാരൻ ആരും ഉണ്ടാകത്തില്ല. കോതമംഗലത്ത് നിന്ന് മാത്രമല്ല, കണ്ണൂരിൽ നിന്ന്, വയനാട് ആ ഏരിയയിൽ നിന്ന് വരെ ഇവിടെ ഈ പള്ളിയിലെ ധ്യാനത്തിനും മറ്റും പങ്കെടുക്കാൻ വിശ്വാസികൾ വരാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന 300 വർഷത്തിലധികം ചരിത്രമുള്ള കോതമംഗലം ചെറിയ പള്ളിയിലാണ്. ഇവിടെ എന്തോ ആഘോഷം കാര്യങ്ങളും നടക്കുവാണ്. ഇവിടെ ഞാൻ 2012 സ്ഥിരം ഇവിടുത്തെ ഒരു വിശ്വാസിയായിട്ട് വരാറുണ്ട്. ഇവിടെ എല്ലാ ജാതി മതത്തിലുള്ള ആൾക്കാരും വരാറുണ്ട്. ഇന്ത്യ ഒരു കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഈ പള്ളി ഒരുപാട് വിശ്വാസികളുടെ ഒരു പുണ്യ സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് പള്ളിയിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ച. പള്ളി കോതമംഗലം ടൗൺ, അതാ കാണുന്നതാണ് കോതമംഗലം
വലിയ പള്ളി, ഇത് ചെറിയ പള്ളി. ഇവിടെ ഈ പള്ളിക്കകത്ത് പരിശുദ്ധ ബാബയുടെ ഒരു ഖബറടക്കവും കാര്യമുണ്ട്. നമ്മൾ അത്രയും പള്ളിയുടെ അകത്തോട്ടത് ഷൂട്ട് ചെയ്യുന്നില്ല. കോതമംഗലം ചെറിയ പള്ളിയിലെ മറ്റ് വിശുദ്ധന്മാരുടെ ഖബറടക്കം. ഇതാണ് കോതമംഗലം ചെറിയ പള്ളിയുടെ പുറം ഭാഗത്തെ ബാക്ക് സൈഡിലെ കാഴ്ചകൾ. അവിടെ നിന്ന് ഈ ബാക്ക് സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. ഇതാണ് കോതമംഗലം ടൗണിൻ്റെ കിഴക്കേ അതിരെന്ന് പറയുന്നത്. ഇതൊരു കാണുന്നതാണ് KSRTC ബസ് സ്റ്റേഷൻ. KSRTC ബസ് അതിലൂടെ പോകുന്നു. ഹൈ റേഞ്ചിൽ നിന്ന് വരുന്ന എല്ലാ ബസ്, ഇടുക്കി, കട്ടപ്പന ഈ 2 സൈഡിൽ നിന്നും വരുന്ന എല്ലാ ബസ്സുകളും ഇതിലൂടെ കയറി. ഇടുക്കി, മൂന്നാർ സൈഡിൽ നിന്നുള്ള എല്ലാ ബസ്സുകളും ഈ വഴി കൂടെ വന്നാണ് എറണാകുളത്തോട്ട് പോകുന്നത്. ഹൈ റേഞ്ചിൻ്റെ ഒരു ജംഗ്ഷനാണ് കോതമംഗലം എന്ന് പറയുന്നത്. അതായത് ഹൈ റേഞ്ചുകാർക്ക് കേരളത്തിൻ്റെ എവിടെ പോകണമെങ്കിൽ കോതമംഗലത്ത് നിന്ന് വരണം. കോതമംഗലത്ത് നിന്ന് അവിടെ നിന്ന് വാഹനങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇവിടെ എപ്പോഴും തോരെ വിശ്വാസികൾ വരുന്നതാണ്. ഇതാണ് കോതമംഗലം ചെറിയ പള്ളിയുടെ വലതു ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇതാണ് കോതമംഗലം ചെറിയ പള്ളിയുടെ മുൻഭാഗം. പള്ളിയുടെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 350 വർഷത്തിനോടടുത്ത് പഴക്കമുള്ള വിശുദ്ധ കൽക്കുരിശ്, വിശുദ്ധ കോതമംഗലം പള്ളി. അവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു. കോതമംഗലം ചെറിയ പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് കോതമംഗലം ചെറിയ പള്ളി. ഇപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഭാഗ്യം ലഭിക്കാത്തവർ അവരുടെ സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി കരിക്കും മറ്റു കാര്യങ്ങളും നേർച്ച നേരുന്നതാണ്. ബാവയോടൊരു കാര്യം പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. എനിക്ക് 100% വിശ്വാസമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ വലിയ രീതിയിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തന്നതാണ് കോതമംഗലത്തെ ചെറിയ പള്ളിയിലെ ബാവ. ആ ബാവയുടെ അനുഗ്രഹവും എനിക്ക് ഉണ്ട്. ഞാൻ ബാവയുടെ ഈ മണ്ണിലിരിക്കുന്ന കോളേജിൽ തന്നെയാണ് എൻ്റെ വിദ്യാഭ്യാസം ചെയ്തത്. അവിടെ നിന്ന് ഒരുപാട് നല്ല ഓർമ്മകൾ ആ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുകയും ചെയ്തു.